ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇടിച്ചില്ല. എന്താ? അത് പിന്നെ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഓ അല്ല, അതെപ്പോ തൊട്ട്? പോടാ, ഈ കഥയിൽ ആരും പുകവലിക്കുന്നില്ല. നടന്നത് തന്നെ. ഓ ഇവനിത്. പിന്നെ ഞങ്ങളായി ആരെയും പുകവലിക്കാൻ പ്രേരിപ്പിക്കുന്നതുമില്ല. അതെ അതെ, പകരം മദ്യപാനം മാത്രം. ഇവനിത് കൊളവാക്കുമല്ലോ. അല്ല, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. ഇവനെ ഈ കഥയിൽ അങ്ങ് കൊന്നാലോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ, ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. ഡോ അഡ്മിനെ, മതി നിർത്ത്. അല്ല, താനിത് എന്തൊക്കെയാടോ ഈ പറയുന്നേ? ഓം ശാന്തി ഓഷന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറിയാണിതെങ്കിലും ആ സിനിമയിലെ എല്ലാ ഡയലോഗും എടുത്തിട്ട് ഇതിലോട്ട് കുത്തിക്കയറ്റാൻ നിൽക്കല്ലേ. ദൈവത്തെ ഓർത്ത് കൊളവാക്കി തരാതെ. ആ സിനിമ ഒരു ഇൻസ്പിറേഷൻ മാത്രമാണ്. ഈ കഥ കുറച്ച് വേറെയാ. അതുകൊണ്ട് ആ സിനിമയിൽ പൂജയ്ക്ക് കൊടുത്ത ഇൻട്രോ ഈ കഥയിൽ എനിക്ക് വേണ്ട. ഓ, ഇൻട്രോ വേണ്ടേ വേണ്ട. ഒരു പഞ്ചിന് ആ കഥയിലെ ഡയലോഗ്സ് ഇതില് കുത്തിക്കയറ്റാന്ന് വിചാരിച്ചപ്പോ പുച്ഛം അല്ലേ? എന്നാ ശരി, പിള്ളേർക്ക് കഥ എങ്ങോട്ട് തുടങ്ങി കൊടുത്തേക്കാം. എന്റെ പൊന്നു മോളെ, നീ ഇപ്പൊ വല്ല ഇറങ്ങുന്നുണ്ടോ? അമ്മ, ഒരു 5 മിനിറ്റ് കൂടെ, ഞാൻ ഇപ്പൊ വരാം. ഇതെപ്പോ തുടങ്ങിയതാ നിന്റെ ഈ ഒരുക്കം? ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാറായില്ലേ? ദേ, ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ഓ, ഈ അമ്മ സമ്മതിക്കില്ലല്ലോ. ഇതാ കഴിഞ്ഞു, പോവാ. തേജൽ പ്രസന്ന. എന്നെ എല്ലാവരും തേജൂന്നും തേജാന്നും പിന്നെ വായാടിന്നും വിളിക്കും. ഞാനിപ്പോ 9ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ് നിൽക്കുക. എന്റെ തേജു,
നീ ഇതെങ്ങോട്ട് പോയതാ? ആ, ഇതാണ് എന്റെ ചുന്ദരി അമ്മ. പേര് ലത. ഹൗസ് വൈഫാണ്. ആള് ഭയങ്കര ഈശ്വരഭക്തയാ. ഇതെന്താ രാഘവ, ഈ പടക്കങ്ങളൊക്കെ ഇവിടാണോ ഇറക്കി വെക്കുന്നത്? ദേ, ആളുകളൊക്കെ നടക്കുന്ന സ്ഥലമാ. ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടേ? ഇതാണ് എന്റെ ചെറിയച്ഛൻ. പേര് സുധി. കണ്ടാലൊരു പാവത്തെ പോലൊക്കെ തോന്നും, പക്ഷെ പാവൊന്നും അല്ല. ചെറിയച്ഛൻ എന്നെ വലിയ കാര്യമാ. സുധി, അല്ല എന്താ ഇവിടെ പ്രശ്നം? ഇതാണ് എന്റെ അച്ഛൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്. എന്റെ അച്ഛന്റെ പേര് പ്രസന്നകുമാർ. അച്ഛൻ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ. ആളൊരു പാവാട്ടോ. അച്ഛാ. ആഹാ, അച്ഛന്റെ തേജുമോള് വന്നോ? ആഹാ, ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ തേജക്കുട്ടി. അല്ലല്ലേ, മോളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളെ ആ കടകളൊക്കെ ഒന്ന് ചുറ്റി കാണിക്കരുതായിരുന്നോ? എന്റെ ഏട്ടാ, ഇങ്ങോട്ട് എത്തിയപ്പോ തൊട്ട് അച്ഛനെ കാണണോന്ന് പറഞ്ഞ് വാശി പിടിക്കുക. പറഞ്ഞാ കേൾക്കണ്ടേ? അല്ല ചെറിയച്ഛ, ചെറിയമ്മയും വർഷം എന്തേ? അവര് വന്നില്ലേ? ഇതാണ് വർഷ. എൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയും ചെറിയച്ഛൻ്റെ മോളും കൂടെയാണ്. വേണമെങ്കിൽ ഞങ്ങളെ ഇരട്ടകളെന്നൊക്കെ വിളിക്കാം. ഞാൻ എവിടെ പോയാലും ഇവളെൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ജനിച്ചതും ഒരേ ദിവസമാണ്. LKG മുതൽ ഇപ്പം വരെ ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചു വരുന്നത്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഇതാണ് വർഷയുടെ അമ്മ ആരതി, എൻ്റെ ആരതി ചെറിയമ്മ. അവന്റെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു റെഡ് ടീഷർട്ട്. ആ ആടാ, ഓക്കെ. ഞാൻ പോയി അവന്മാർക്ക് കാണിച്ചു കൊടുക്കട്ടെ, ബാക്കി അവന്മാര് നോക്കിക്കോളും. ചേട്ടൻ, ആ, ഉത്സവം അങ്ങോട്ട് തുടങ്ങി. ഇനി എന്തൊക്കെ കാണണം. തലതെറിച്ച പിള്ളാരുണ്ടായ ഇതുപോലിരിക്കും. അല്ല, ആ അടിക്കുന്നവനിതേതാ? എന്ത് പറയാനാ എന്റെ കേശവേട്ടാ, ഇതുപോലുള്ളതിനെയൊക്കെ ആ വീട്ടുകാരൻ കഴിച്ച് വിട്ടേക്കുവല്ലേ. അല്ല കേശവേട്ടാ, നിങ്ങക്ക് ഇവനെ മനസ്സിലായില്ലേ? ഇവനാ കറിയാച്ചന്റെ കൊച്ചുമോനാ. ഏത് കറിയാച്ചൻ? ആ അർക്കീസ് മാപ്പിള ഇല്ലേ? ഓ, ആ ഇല്ലിക്കലെ. ആ, അല്ല, അവിടുത്തെ ആരുടെ മോനാ അത്? ആ, അവിടുത്തെ സേവിയറിന്റെ തലതെറിച്ച സന്താനമാ. ഇവന്റെ പേര് ചാർലി. എല്ലാരും ഇവനെ ബോബി എന്നാ വിളിക്കുന്നേ. ഓ, എന്നാലും ഇല്ലിക്കലെ ചെക്കനാന്നും പറഞ്ഞിട്ട് ഇങ്ങനൊരുത്തിനെ തല്ലാമോ? എൻ്റെ ഈശ്വര, ഇതാണോ ഞാൻ കണ്ടെത്തോ പണിക്കര് പറഞ്ഞ ചേട്ടൻ? ഹോ, നല്ല കീട്ടില്ല തല്ല്. അല്ലടാ, ആ തല്ല് കൊള്ളുന്നവനേതാ? എടി, നീ ആ തല്ലുന്ന ചെക്കനെ വായി നോക്കി നിൽക്കാതെ ആ തല്ല് കൊള്ളുന്നവനെ ഒന്ന് നോക്കിക്കേ. അത് നമ്മുടെ ഉണ്ണിയേട്ടനല്ലേ? അയ്യോ പാവം. ആ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണായും പെണ്ണായും ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്. ദേ, ആ നിന്ന് തല്ലുകൊള്ളുന്ന ആളില്ലേ, അതെൻ്റെ ഏട്ടനാ. പേര് വിനയ്. ഞങ്ങളുടെയൊക്കെ ഉണ്ണിയേട്ടൻ. ആൾ +2 എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എടാ ബോബി, പണി പാളിയോന്നൊരു സംശയം. എന്താടാ? എടാ, അത് പിന്നെ ആള് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്താ? എടാ, നമ്മുടെ ചെറുക്കന്മാരോട് ഉടക്കിയത് ഇവനല്ല, ടീഷർട്ട് മാറി. അല്ല, ആള് മാറി. നീ വന്നേ. ഹാ, വാ ഇങ്ങോട്ട്. ആ വിളിച്ചോണ്ട് പോന്നവനെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. കേശവേട്ടന് ഇവനെ ഓർമ്മയില്ലേ? ഹാ, ഇവന്റെ തന്തയ്ക്കല്ലേ നിങ്ങൾ ദിവസവും കിടന്ന് വിളിക്കുന്നേ.
ഇവനല്ലേ ആ സ്കൂട്ടർ എടുത്തോണ്ട് 110 സ്പീഡിൽ പോകുന്നത്. ആ നമ്മുടെ പഞ്ചായത്ത് മെമ്പറിന്റെ മോനാ, പേര് സച്ചി. +2 +1 എന്താ പഠിക്കുന്നത്. ഈ ഇല്ലിക്കിലെ ചെക്കനാണ് ഇവന്മാരുടെ തല. ഇവനെ പോലെ 7-8 ഉണ്ട് കൂട്ടത്തില്. ഈ ഇല്ലിക്കലെ ചെക്കൻ കുറച്ച് പ്രശ്നക്കാരനാണല്ലോ. ഉണ്ണിയേട്ടാ, മറ്റേ ചേട്ടൻ ഇത് എവിടെ പോയി? ഹാ, വന്ന് പിടിക്കടി ഏട്ടനെ. ഹാ, ഏട്ടനിങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് വരുന്നുണ്ടോ? നമുക്ക് പോയി ആ ഇല്ലിക്കിലെ വീട്ടിൽ ചെന്ന് ആ ചെക്കനെ 2 ഇട്ട് പൊട്ടിക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടിയെ തൊട്ടിട്ട് അവനങ്ങനെ സമാധാനമായി ഇരിക്കണ്ട. സുധീ, നീ ഒന്ന് അടങ്ങ്. എന്തായാലും നാളെ രാവിലെ ഒന്നാവട്ടെ, ബാക്കി നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ശോ, ആരായിരിക്കും ആ ചേട്ടൻ? ഒന്ന് ശരിക്കും കാണാൻ പോലും പറ്റിയില്ലല്ലോ. കണ്ടുപിടിക്കാം. എന്തായാലും ഇഷ്ടായി, എനിക്കൊത്തിരി അങ്ങ് ഇഷ്ടായി. ആരാ? ആന്റി, ഉണ്ണിയില്ലേ ഇവിടെ? ആ, അവനിവിടെ ഉണ്ട് മോനെ, കിടക്കുക. അല്ല, നിങ്ങളവന്റെ ഫ്രണ്ട്സ് ആണോ? ആ അതെ ആന്റി, ഫ്രണ്ട്സാ. ഉണ്ണി, ദാ നിന്റെ കൂട്ടുകാര് വന്നിരിക്കുന്നു. കൂട്ടുകാരോ? ഇവരോ? അമ്മ, ഇവനാ ഇന്നലെ എന്നെ തല്ലിയത്. അത് പിന്നെ എന്നോട് ക്ഷമിക്കടാ, ആള് മാറിപ്പോയതാ. നീ വാ. അല്ല, എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? പേടിക്കണ്ട ആന്റി, തല്ലി ചതയ്ക്കാനൊന്നും അല്ല. ഷേ, ഇവനിത് ഒന്ന് മിണ്ടാതിരിയടാ. ഉണ്ണി, നിനക്കെന്നെ വിശ്വാസം ഉണ്ടേലും കൂടെ വാ. അമ്മ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. അല്ലമ്മ, ആരാ വന്നിട്ട് പോയത്? ഇന്നലെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ തല്ലിയില്ലേ, ആ പയ്യനാ വന്നത്. അയ്യോ, ആ ചേട്ടനോ? ശോ, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അല്ല, ഉണ്ണിയേട്ടനെ എന്തിനാമേ കൊണ്ടുപോയേ? ഇനി ബാക്കി കൂടെ തല്ലി പിഴിയാനാണോ? ശോ, ഒരടി കാണല് മിസ്സായല്ലോ. നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുവോ? എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് ഒരു പോറല് പോലും പറ്റാതെ തിരിച്ചിങ് എത്തിച്ചേക്കണേ. നല്ലോണം കഴിച്ചോ. ആ ഇടി കിട്ടിയതിന്റെ വേദന ഇതിന്നങ്ങ് മാറിക്കോളും. അനുഭവം ഗുരു. ഇവനെ ഇതുപോലെ കിട്ടിയതോ? ബെസ്റ്റ്. ഇത് സ്ഥിരമാണല്ലേ. ഞാനിനി എന്നാ ചെയ്യാനാടാ എന്റെ സണ്ണിക്കുഞ്ഞെ? അവൻ ഇങ്ങനെ തല്ലും പിടിയൊക്കെ ആയി നടന്ന അവന്റെ ഭാവി എന്താകും? ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് പേടിയാകുന്നു. കോളേജിൽ പോലും നേരാവണ്ണം അവൻ പോകുന്നില്ല. നേരെ ചുവനിരുന്ന് 4 അക്ഷരം പഠിച്ചാലല്ലേടാ അവൻ ഈ ഫൈനൽ ഇയർ ഒന്ന് ജയിച്ചു കിട്ടൂ. എങ്കിലല്ലേ അവന് സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടൂ. എന്റെ ആനി ചേച്ചി ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനാ? അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാനൊന്ന് ഉപദേശിച്ചേക്കാം. ഉപദേശിക്കാൻ പറ്റിയൊരു പുണ്യാള്. ദേ സേവിച്ചായ, എന്റെ കുഞ്ഞാങ്ങൾ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, നമ്മളില്ലേ എവിടെയും കാണാത്തൊരു കുഞ്ഞാങ്ങളെ, അതിനു പറ്റിയൊരു പെങ്ങളും. പപ്പയും മമ്മിയൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. പതിയെ റൂമിലോട്ടൊന്ന് കയറിയേക്കാം. നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു മമ്മിയാണെന്ന്. എന്താടാ ഒരു കള്ള ലക്ഷണം? അത് നീ കള്ളിയായോണ്ടേ കാണുന്നതൊക്കെ കള്ള ലക്ഷണമായേ തോന്നും. ഓഹോ, അങ്ങനെയാ? ആ, അല്ലടാ, നമ്മുടെ മുറ്റത്തെ ഉണക്കാനിട്ടിരിക്കുന്ന കാപ്പിയുടെയും കുരുമുളകിന്റെ ഒക്കെ എണ്ണമില്ലേ, കുറയുന്നുണ്ടോന്നൊരു സംശയം.
എന്നതാടാ ബോബിക്കുട്ട നീ ഇരുന്ന് വീർക്കുന്നേ? അത് അത് പിന്നെ ചൂട്, ഭയങ്കര ചൂട്. എടുക്കിങ്ങോട്ട്. എന്ത്? നിന്ന് തിരിയാതെ നീ വിറ്റ കുരുമുളകിന്റെയും കാപ്പിയുടെയും പകുതി ഇങ്ങ് എടുക്കടാ. ദേ സുസിലി കുട്ടി, ചേച്ചിയാണെന്ന് വെച്ചേ തോന്നിവാസം പറയില്ലേ. മതി മതി, പുണ്യാളം കളിയെ ഈ എന്റെ അടുത്ത് വേണ്ട. ഞാൻ നിന്റെ ചേച്ചിയാ. നിന്റെ അടവൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവും. ഓ പിശാശ്, ഇന്ന 200 പിടി, ബാക്കി തീർന്നു. 200 എങ്കിൽ 200. അടുത്ത വട്ടം കറക്റ്റായി പകുതി ഇങ്ങ് എത്തിച്ചേക്കണം, കേട്ടല്ലോ? എങ്ങനെ സാധിക്കുന്നടി? ഇവൾ എന്തിന്റെ കുഞ്ഞാണോ? നീ ഇതെങ്ങോട്ടാ? എടി ഒന്ന് വെയിറ്റ്, ഞാൻ ദേ ഇപ്പൊ വരാം. ചേട്ടാ, എന്താ? എന്നെ മനസ്സിലായോ? ഇല്ല, നീ ഏതാ കൊച്ചേ? ഞാൻ ഉണ്ണിയുടെ അനിയത്തി. ഓ, ഉണ്ണിയുടെ അനിയത്തിയായിരുന്നോ? അല്ല, എന്തായിരുന്നു? അത് പിന്നെ ഒരു 100 രൂപ എടുക്കാൻ കാണുമോ? അല്ല, ഇതെപ്പ തിരിച്ചു തരും? സ്ത്രീധനം തരുമ്പം അതിന്റെ കൂടെ ഇതും അങ്ങ് ചേർത്ത് തന്നേക്കാം. എന്താ? അല്ല, ഉണ്ണിയേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. അല്ല, നിനക്ക് വട്ടാണോ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ നീ അയാളുടെ അടുത്തു നിന്നൊക്കെ വാങ്ങിയത്? എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്തേലും വേണ്ടേ? ഇവക്കെന്താ വയ്യേ? അല്ലടാ ബോബി, നീ ഇതെവിടെ പോയേക്കുമായിരുന്നു? ഒന്ന് പറയണ്ടടാ, ഈ മരവാഴയുടെ സ്കൂളിൽ പോയേക്കുമായിരുന്നു. എന്താടാ സച്ചു, സീൻ എന്താ? ഇരിക്കുന്ന നോക്ക്. ഡാ കൊച്ചേർക്ക, ഇനി എന്തേലും തല്ലുകൊണ്ട് തരം കാണിച്ചാ നീ നിന്റെ തന്തയെ വിളിച്ച് സ്കൂളിൽ കൊണ്ടുപോക്കോണം. ഇനി എന്നെ വിളിച്ചേക്കല്ലേ. രാമേട്ടാ, ഒരു ബൂസ്റ്റ് ഇട്ട പാല്. ഡാ ബോബി, എന്താടാ വിഷയം? ഒന്നും ചെയ്യാത്ത പോലെ ഇരുന്ന് പാലും കയറ്റിക്കൊണ്ടിരിക്കുന്ന നോക്ക്. എടാ, ഇവന്റെ സ്കൂളിലെ 8ലോ 10ലോ കണ്ട പഠിക്കുന്ന പെങ്കൊച്ചിനോട് സാറ് കയറി മുടക്കി. കാര്യം തിരക്കാൻ ചെന്ന ടീച്ചറിന്റെ അടുത്തെ തട്ടിക്കയറി. പിന്നെ വിഷയം ചെന്ന് നിന്നത് HMന്റെ പ്രിൻസിപ്പളിന്റെ അടുത്താ. അല്ലടാ ബോബി, ഈ കേസിൽ എന്തിനാ ഈ HMും പ്രിൻസിപ്പളും? പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനോട് ഹയർ സെക്കൻഡറിയിലെ ചെക്കനുടക്കിയ ഇവർ രണ്ടുപേരും ഇടപെടില്ലേടാ. ഇവന്റെ വീട്ടുകാരെ വിളിക്കാൻ പറഞ്ഞപ്പോ ചേട്ടനാന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കുന്നു. എന്നിട്ട് ഈ ഏരണം കേട്ടവൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലടാ. സ്കൂളിലോട്ട് വാ, ഒരു സീനുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സാറുമാരൊക്കെ എന്തൊക്കെയാ ഇവനെ പറ്റി പറഞ്ഞെന്നറിയുവോ? ഹോ, എന്റെ തൊലി ഉരിഞ്ഞുപോയി. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ അവന്റെ ഒരു ഡയലോഗ്, പ്രിൻസിനെ അങ്ങ് തല്ലിയാലോന്ന്. ഞാൻ എന്താടാ ഗുണ്ടയോ? ദേ, എല്ലാവരോടുമായിട്ട് പറയുക, ഞാൻ നിന്റെയൊക്കെ കൂടെ നടക്കുന്നെന്നും വെച്ചിട്ട് നിന്റെയൊക്കെ വള്ളി കേസിന് എന്നെ കിട്ടുകയില്ല. ഒന്നാമതേ നിന്റെയൊക്കെ വീട്ടിൽ പറയുന്നത് ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കുവാണെന്നാ. ഹാ, എന്റെ ബോബി, നീ ഒന്ന് അടങ്ങ്. അവൻ ഇനി വള്ളി പിടിക്കാനൊന്നും പോവില്ല, അല്ലേടാ സച്ചു? ബോബി, എന്താ പോപ്പ? നമ്മുടെ സിസിലി കുട്ടിക്ക് നല്ലൊരാലോചന വന്നിട്ടുണ്ട്. എല്ലാം വെച്ച് നോക്കിയാ നമ്മുടെ കുടുംബത്തിന് പറ്റിയ കൂട്ടരാ. 2-3 ദിവസം കഴിഞ്ഞാ കൊച്ചിനെ കാണാൻ അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. അല്ല, അതെന്താ പോപ്പ ഇത്ര പെട്ടെന്ന്? അതെന്നാടാ, അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ, കൊച്ചിന് കെട്ടാനൊക്കെ പ്രായമായി. തന്നെയല്ല, അവൾക്ക് എതിർപ്പൊന്നുമില്ല. എതിർപ്പില്ലേ? അല്ല, അവൾക്ക് എതിർപ്പില്ലെങ്കിൽ എനിക്കെന്താ സീൻ? അവര് വന്നോട്ടെ പോപ്പ. അവരൊക്കെ നേരത്തെ വന്നോ? ഒരു വണ്ടി ആളുണ്ടല്ലോ.
ആ വന്നല്ലോ. ദേ ഇതാണ് സിസിലിയുടെ നേരെ ഇളയത് ചാർലി. ബോബി എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നേ. ആഹാ, അല്ല മോനിപ്പോ എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? ഞാനിപ്പോ ബിടെക് ലാസ്റ്റ് ഇയറാ. അല്ല ചെക്കനെവിടെ? പിള്ളേര് രണ്ടുപേരും സംസാരിക്കുക. പുറത്തുണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ? ഓ ആണോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ദേ ടോമി വന്നല്ലോ. ഇവനോ? നീയോ? നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂ. ചെക്കന്മാരല്ലേ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. സമയം കുറെ ആയില്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി സംസാരിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. എടി ചേച്ചി, നിനക്ക് ശരിക്കും ഇഷ്ടായോ അങ്ങാരെ? ആടാ, എനിക്ക് ശരിക്കും ഇഷ്ടായി. ടോമിച്ചായൻ പാവാ. ടോമിച്ചനാ? കെട്ടുപോലും കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ടോമിച്ചനൊക്കെ ആയോ? എന്റെ പൊന്നു ബോബി, എന്നതാ നിന്റെ പ്രശ്നം? ഞാൻ കെട്ടിപ്പോകുന്നത് ഓർത്തിട്ടുള്ള സങ്കടമാണോ? അയ്യ, സങ്കടമോ? അത്രേ സന്തോഷമെന്ന് പറ. ഇനി അടിച്ചു മാറ്റുമ്പോ പങ്കോസാൻ നീ ഇല്ലല്ലോ. പക്ഷേ ഇതങ്ങനെ അല്ലടി. അയാളും ഞാനും ഒന്ന് ചേർന്നു പോകുകയില്ല. ദേ ബോബി, ടോമിച്ചായനോട് തല്ലുകൂടിയെന്ന് മാത്രം നീ പറയല്ലേ. പണ്ട് ഫുട്ബോൾ ടൂർണമെന്റിനൊന്ന് ഉരസിയതാ. അടിപൊളി. മര്യാദക്ക് പഴയതൊക്കെ മറന്നോ. ഇനി അതാണ് നിന്റെ അളിയൻ. എന്റെ കർത്താവേ, എന്തൊരു വിധിയായത്. ഷേ, നാളെ തൊട്ടാ ആ തെണ്ടി അളിയാന്ന് വിളിക്കണമല്ലോടാ. ഓ ഇതൊക്കെ നിനക്ക് എന്ത്? ചുമ്മാ അങ്ങോട്ട് വിളിയടാ അളിയാന്ന്. എടാ ആരോണെ, എന്താടാ? നാളത്തേക്കിനുള്ള വണ്ടിയുടെ കാര്യം ഒക്കെ സെറ്റാ, നീ ടെൻഷൻ അടിക്കണ്ട. അല്ലിതാര്? ബോബിക്കുട്ടനോ? എന്നെ മനസ്സിലായോടാ കൊച്ചേ? ആരാടാ ഇത്? ആർക്കറിയാം. ആ ചേട്ടത്തിയേ, അല്ല, നമ്മുടെ സിസിലി കുട്ടി എന്തിയേ? ചേച്ചി അകത്തുണ്ട്. ഹോ, വലിയ ചെക്കനായല്ലോടാ നീ. അടുത്തത് നിന്റെ കെട്ടാ. ശ്ശോ, എനിക്ക് മേലെ. അതെ, അധിക എക്സ്പ്രഷൻ വാരി വിതറണ്ട. നിനക്കതിന് പെണ്ണുണ്ടോ? ഇല്ല. പൊട്ടൻ. പറയുന്ന നിനക്കും ഇല്ല. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇല്ലാത്തതല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. സിഗ്മടാ. അയ്യ, ഒരു ചിഗ്മ. പോയി അവിടെ ബീഫ് വിളമ്പടാ. അളിയോ, കെട്ടി പെൺവീട്ടുകാരങ്ങ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം നിന്റെ അപ്പന്റെ കാശ് കൊണ്ടല്ലേ. പക്ഷേ
ചെക്കൻ്റെ സൈഡിലെ കാര്യം മൊത്തവേ ഈ എൻ്റെ ഒറ്റ ഒരുത്തൻ്റെ കഷ്ടപ്പാടാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അളിയൻ്റെ പെങ്ങൾ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പോയെന്ന് കെട്ടിയേച്ചും വരാം. ഈ വസീസിലെ കുട്ടിക്ക് സെറ്റാ. അവൻ അങ്ങനെ തന്നെ വേണം. എന്ത് സെസിലി കുട്ടി, നീ എന്തിനിങ്ങനെ കരയുന്നേ? അല്ലടി, ഒരു വർഷം കഴിഞ്ഞു. അങ്ങാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 10 A+ വാങ്ങി +1 എത്തി. ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കാതെ പറയാൻ നോക്ക്. അല്ല, നീ ഇനി എപ്പോ പറയാനാ? എന്തായാലും ഒരവസരം വരട്ടെ, ഞാൻ പറയുന്നുണ്ട്. അല്ലടാ, വൈകിട്ട് പള്ളിയിൽ പോവണ്ടേ? പിന്നെ പോവണ്ടേ? ഇപ്രാവശ്യത്തെ പെരുന്നാള് വമ്പ സെറ്റപ്പ് ആണെന്നാണല്ലോ കേട്ടെ. ഇപ്രാവശ്യം കളറാണ് മോനെ. 1-2 രൂപയുടെ അല്ല, 5 ലക്ഷത്തിന്റെ വെടിക്കെട്ടാ പൊട്ടാൻ പോകുന്നേ. 5 ലക്ഷമോ? അപ്പൊ നല്ല പിരിവ് പൊട്ടിയിട്ടുണ്ടല്ലോ. പെരുന്നാളിന് ആരെങ്കിലും പിശുക്കുവോടാ? ഡീ തേജു, ദേ നിന്റെ ആളവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പോയി പറയാൻ നോക്ക്. ഇപ്പൊ പറയാൻ പറ്റിയ ടൈമാ. ബോബി ചേട്ടാ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കേൾക്കുന്നില്ലല്ലോ. നീ വാ, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ നിന്നൊന്നും കേൾക്കുകയില്ല. എന്താ പറ. അത് പിന്നെ എനിക്ക് ചേട്ടനെ ഇഷ്ടാ. എന്താ? ഞാൻ ശരിക്കും പറഞ്ഞതാ. എനിക്ക് ചേട്ടനെ ശരിക്കും ഇഷ്ടാ. ദേ നോക്ക്, നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് നിന്റെ തെറ്റല്ല, അത് നിന്റെ പ്രായത്തിന്റെയാ. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന് വലിയ ചെക്കനോട് തോന്നിയ ഒരു അട്രാക്ഷൻ. ഒന്നാമതേ, നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ജാതി, മതം, പിന്നെ പ്രായം. ഇപ്പൊ നീ പഠിക്കുന്ന പ്രായ. നേരാവണ്ണം പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ നോക്ക്. എന്റെ കണ്ണില് നീ ഒരു കൊച്ചു കുട്ടിയാ, ഉണ്ണിയുടെ പെങ്ങൾ. തൽക്കാലം വേറൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, നീ ചെല്ല്. പിന്നെ ഞാനിത് ആരോടും പറയാൻ നിൽക്കുന്നില്ല. നിന്റെ ഒരു കുട്ടിക്കളി, അത്രേ ഞാനിതിനെ കാണുന്നുള്ളൂ. നീ ചെല്ലാൻ നോക്ക്. പറ്റില്ല ബോബി, നീ ഇങ്ങനെ നടന്ന ഇനി ശരിയാവില്ല. നീ പഠിത്തം കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 1 ഇനിയേലും പണിയെടുത്ത് ജീവിക്കടാ. പപ്പാ, അതിന് ജോലി കിട്ടണ്ടേ? ദേ ബോബി, ടോമി ചായ നിനക്ക് നല്ലൊരു കമ്പനിയിൽ ജോലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതും കാനഡയില്. ഇനി നീ അങ്ങ് പോയേച്ചാ മതി. നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, നീ എന്തിനാ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നേ? നീ പോടാ, മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നോക്ക്. അളിയ, ഇവളെയും വിളിച്ചോണ്ട് വീട്ടിൽ പോവാൻ നോക്ക്. എന്റെ അളിയ, ഇവള് വരൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതും പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്ത്. ഞാൻ കുറച്ചു നാളൊന്ന് സമാധാനത്തോടെ ഇരിക്കട്ടടാ. അളിയൻ അങ്ങനെ തന്നെ വേണം. അങ്ങനെ
അങ്ങനെ എൻ്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് പുള്ളിയുടെ കാര്യവും നോക്കി കാനഡയ്ക്ക് പോയി. പക്ഷെ എനിക്കങ്ങനെ ആളെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുള്ളി പറഞ്ഞതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ +1ഉം +2ഉം സാമാന്യം നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. ഉണ്ണിയേട്ടനുള്ളതുകൊണ്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് കോഴ്സ് എടുക്കണമെന്ന് കൺഫ്യൂഷനിലിരിക്കുന്നത്. അപ്പം മനസ്സിൽ വന്നത് സൈക്കോളജിയാണ്. അങ്ങനെ ഞാൻ പൂനെയിൽ BSc സൈക്കോളജിക്ക് ചേർന്നു. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? പണ്ടെപ്പോഴോ അയാളുടെ അടുത്തുനിന്ന് വാങ്ങിയ ഒരു 100 രൂപ നോട്ടും പിടിച്ചുകൊണ്ടിരിക്കുക അവള്. ഞാൻ വല്ല ആയിരിക്കണമായിരുന്നു. എപ്പോഴേ ഇത് കൊടുത്തു മാറി എന്തെങ്കിലും തിന്നാൻ വാങ്ങിയനെ. നിനക്ക് പ്രേമിക്കാൻ അറിയില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. നാട്ടിൽ നിന്ന് പൂനെയിലോട്ട് വന്നുകൊണ്ട് പുള്ളിയുടെ വിവരം ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സിൽ നിന്ന് ബോബി ചേട്ടൻ്റെ പ്രൊഫൈൽ കാണുന്നത്. ഞാൻ അപ്പം തന്നെ ഒരു ഫേക്ക് അക്കൗണ്ടും എടുത്ത് പുള്ളീനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ സ്റ്റോറിയിൽ ഒരു പെണ്ണിനെ കാണുന്നത്. എന്നാലും അതാരായിരിക്കും? ഗേൾ ഫ്രണ്ട് അല്ല, അതാരാവാനാ? നിനക്ക് തോന്നുന്നുണ്ടോ പുള്ളി ഇപ്പോഴും സിംഗിളായി നിൽക്കൂന്ന്? പോരാത്തതിന് പുള്ളിയുടെ ഏജ് കൂടൊന്ന് നോക്കണേ. കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ സ്റ്റോറിയിൽ ആ പെണ്ണുമായി നിൽക്കുന്ന കുറേ ഫോട്ടോസ് കാണാൻ തുടങ്ങി. അതിൻ്റെ കൂടെ വർഷയുടെ വക ഓരോന്നും. എല്ലാം കൂടെ കൈവിട്ടു പോകുന്ന അവസ്ഥയായി. അതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് ട്രെയിൻ കയറി. പോരാത്തതിന് നാട്ടിലെ ബോബി ചേട്ടൻ്റെയൊക്കെ പള്ളിയിലെ പെരുന്നാളും. എന്തായാലും പുള്ളി നാട്ടിൽ വരുമെന്ന് ഉറപ്പാ. അപ്പോൾ ആളെ കൂടെ കാണാലോ. അല്ലിതാര്? തേജുമോളോ? നീ പൂനെയിൽ നിന്നപ്പോൾ വന്നു? 2 ദിവസമായി ചേച്ചി. എന്താടി ആരെയും നീ നോക്കുന്നേ? അല്ല, കുഞ്ഞാവി എന്തേ? അവള് ബോബിയുടെ കൂടെ മുകളിലെ റൂമിലുണ്ട്. ബോബി ചേട്ടൻ വന്നോ? പള്ളിപ്പെരുന്നാളല്ലേ മോളെ, അവൻ വരാതിരിക്കുവോ? ഇന്ന് ചായ കുടിക്ക്. മമ്മി. ആ എന്നാ മോളെ? അല്ല, ഇവളെ അല്ലേ ഞാൻ ആ സ്റ്റോറിയിൽ കണ്ടത്. ഇവളെന്താ ഇവിടെ? മമ്മി ഇന്നലെ പറഞ്ഞില്ലേ പള്ളിയിൽ പോകാൻ നേരത്ത് എനിക്ക് ഉടുക്കാൻ ഒരു സാരി തരാമെന്ന്. അതെവിടെയാ? അല്ല, ഇതാരാ? ബോബിയുടെ കൂട്ടുകാരന്റെ പെങ്ങളാ, തേജ. ഓ ഹായ് എൽസെ, നീ ഇങ്ങ് വാ, ഞാൻ അതങ്ങ് എടുത്ത് തന്നേക്കാം. ചേച്ചി അതാരാ? മമ്മിയുടെ അകന്ന ബന്ധത്തിലുള്ള കൊച്ചാടി. നമ്മുടെ ബോബിയുടെ കൂടെ കാനഡയിൽ ഒന്നിച്ചാ. ചേച്ചി ഞാനെന്നാ പോവാണോ? കഴിച്ചിട്ടൊക്കെ പോയ പോരെ? ഇല്ല, എനിക്ക് പഠിക്കാനുണ്ട്. ചേട്ടനെ പ്രപ്പോസ് ചെയ്തിട്ട് ഇന്നേക്ക് 3 കൊല്ലം ആവുന്നു. ഈ പള്ളിയിൽ വരുമ്പോൾ ആ ദിവസത്തെ ഓർമ്മകളാ മനസ്സ് മുഴുവൻ. ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങുക. ഇന്നുകൂടെ പുള്ളി നോ പറഞ്ഞ എല്ലാം ഞാൻ ഇവിടെ വെച്ച് നിർത്തും. അല്ലിതാര്? തേജയോ? സുഖമല്ലേ നിനക്ക്? പൂനെയിലൊക്കെ ആണെന്ന് കേട്ടു. അവിടെ എങ്ങനുണ്ട്? കുഴപ്പമില്ല. ഇപ്രാവശ്യം പെരുന്നാള് കിടുക്കിയില്ലേ? ബോബി ചേട്ടാ, എനിക്കൊരു കാര്യം. മതി, പറയാൻ വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. അല്ലടി, നീ ഇതുവരെ അത് വിട്ടില്ലേ? അന്ന് പറഞ്ഞതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. പഠിക്കാൻ നോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ചേരുന്ന ഒരാളെ നിനക്ക് കിട്ടും. എന്നാ ശരി, കൊച്ചുകുട്ടി ചെന്നാട്ടെ. വീണ്ടും പുള്ളി ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചുകൂടിയില്ല. ആദ്യത്തെ പ്രാവശ്യം വലിയ സങ്കടമൊന്നും വന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. പുള്ളി ആ എൽസയും കൊണ്ട് കാനഡയ്ക്ക് തിരിച്ചു പോയി. പിന്നെ അങ്ങോട്ട് ഞാൻ പുള്ളിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. അങ്ങനെ വീണ്ടും ഒരു 2 വർഷം കടന്നുപോയി.
എൻ്റെ കോഴ്സും കംപ്ലീറ്റ് ആയി. ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ചേച്ചിയെ, എന്നാടാ എൻ്റെ സണ്ണിക്കുഞ്ഞെ, നീ കാര്യം പറ. എൽസയുടെ വീട്ടുകാർക്ക് നമ്മുടെ ആലോചന ഓക്കെ ആണെന്നാ പറയുന്നേ. അതെന്തായാലും നന്നായി. എന്നാ നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് നടത്തിയേക്കാം. അല്ല പപ്പ, അവനോട് ചോദിക്കണ്ടേ? എന്തിന്? ഞാൻ പറയുന്നതിനപ്പുറത്തോട്ട് അവനൊരു അഭിപ്രായം ഇല്ല. ടോമി ചായ, ഒന്നും പറയാൻ പോകണ്ട, അവരെന്തേലും കാണിക്കട്ടെ. പറഞ്ഞത് കേട്ടല്ലോ. കെട്ടിന്റെ കാര്യം നിങ്ങളായിട്ട് അവനോട് പറയാൻ നിൽക്കണ്ട. അവൻ വരുമ്പം ഞങ്ങൾ പറഞ്ഞോളാം. മനസ്സിലായല്ലോ അല്ലേ? ശരിയെങ്കില് പപ്പ, എന്നാലും ഇത് ശരിയാണോ? അല്ല, ബോബി അറിയണ്ടേ അവന്റെ കെട്ടിന്റെ കാര്യം? നീയൊന്നും മിണ്ടാതിരിക്കടാ. കാരണവന്മാർക്കറിയാം പിള്ളാരുടെ നല്ലത് എന്താണ്. അമ്മ അറിഞ്ഞോ, നമ്മുടെ ബോബിയുടെ കല്യാണമാ. ബോബിയുടെ കല്യാണമാണോ? അല്ല, പെൺകുട്ടി ആരാ? അവൻ പോലും അറിഞ്ഞിട്ടില്ല ഇത്. പെണ്ണവന്റെ ഒരു ബന്ധത്തിലുള്ളതാ. പേരെൽസ. എന്താ ബോബി ചേട്ടന്റെ കല്യാണമോ? ആ, പെങ്കൊച്ച് വന്നല്ലോ. സേവിയറെ, അത് പിന്നെ അവള് ചതിച്ചടാ. എടാ, എന്റെ ചെക്കൻ അവിടെ നിൽക്കുന്നു. ഹാ, നീ കളിക്കല്ലേ. നീ എൽസയെ വിളിച്ചേ. അവൾ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ പോയി. ഞങ്ങളോട് ക്ഷമിക്കടാ. ഡാ ബോബി, എന്താടാ? എടാ നീ ലെറ്റർ ഒന്ന് വായിച്ചേ. എടാ തെണ്ടി ബോബി, ഇപ്പൊ നീ ആ പള്ളിയിൽ പുഴുത്ത് നാറി നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ദിവസത്തിനോടാ ഞാൻ കാത്തിരുന്നേ. നീ ആരടാ? നീ എന്നെ ആദ്യം തല്ലിയ ആ ദിവസം ഇല്ലേ, ഒന്നേ ഞാൻ മനസ്സിൽ വെച്ചതാ ഈ കണക്ക്. നിന്നെ എന്തായാലും തല്ലി തോപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിലും നല്ലതാ നിന്റെ കൂടെ നിന്ന് കാല് വാരുന്നത്. അല്ല, നീ ആരടാ എന്റെ പെണ്ണിനെ കെട്ടാൻ? അവളെ പണ്ടേ ഞാൻ നോട്ടം വിട്ട് വെച്ചതാ. അവളുടെ മുന്നിൽ വെച്ചാ നീ എന്നെ തല്ലിയത്. അത് ഞാൻ മറക്കുവോടെ തിണ്ടി. അവളെ എങ്ങനെയൊക്കെയോ ഒന്ന് കറക്കിയെടുത്തപ്പോഴേക്കും അവളെ കെട്ടാൻ വന്നേക്കുന്നവൻ സമ്മതിക്കില്ലടാ പുല്ലേ. എൽസി ഉണ്ണിയുടെയാ. നിനക്ക് ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ ഈ നാട് വിട്ടിട്ടുണ്ടാവും. അപ്പൊ ശരിയല്ല, അവൻ ഇങ്ങനൊരു കൊലച്ചത് ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോടാ. എന്നാലും ഉണ്ണിക്ക് ഇതെങ്ങനെ? ഓ, തോ വരുന്നു ഓന്റെ പെങ്ങന്മാര്. ബോബി ചേട്ടാ, അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താ നിന്റെ ചേട്ടൻ പറഞ്ഞു വിട്ടതാണോ? അവള് പറയാൻ വരുന്നത് എന്താന്ന് പോലും കേൾക്കാതെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഡീഡി, നിന്നോടാരാ മിണ്ടാൻ പറഞ്ഞേ? ദേ, എടിയെ പോടിന്നൊക്കെ തന്റെ മറ്റവളെ പോയി വിളിച്ചാ മതി. തുടങ്ങി രണ്ടും കൂടെ. ഓ, മേഡത്തിന് പൊള്ളിയോ? നിന്നെ ഇനിയും വിളിക്കും. നീ എന്ത് ചെയ്യൂടി? ഒന്ന് നിർത്തുവോ? ഒന്നാമത്തെ മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അല്ല, സ്കൂളിൽ വെച്ച് തുടങ്ങിയതല്ലേ രണ്ടും കൂടെ. ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ നിന്നോടാ എനിക്കിപ്പോ ഒന്നിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. എന്ന് വെച്ചാ ഒന്നിനെ പറ്റി. തേജു, മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. എന്റെ മോൾക്ക് ഇഷ്ടമല്ലേല് ഇത് വേണ്ട. സാരില്ലച്ചാ, എനിക്ക് കുഴപ്പമില്ല. അച്ഛൻ നോക്കിക്കോ. തേജ, നീ വണ്ടി കയറ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ഹാ, കയറ്. ഓ, അതേ സ്ഥലം. ഒരു വെടിക്കെട്ടിന്റെ കൂടെ കുറവേ ഉള്ളൂ. എന്താ പറയാനുള്ളത്? പറഞ്ഞു. തേജക്കറിയാലോ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. തുടങ്ങി. ഇപ്പൊ പറയും.
തേജ ഒരു ഹിന്ദു. തേജ ഒരു ഹിന്ദു? നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ കുറെ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജാതി, മതം, പ്രായം, അങ്ങനെ കുറെ. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്താ? അതൊന്നും എനിക്ക് പ്രശ്നമല്ലാന്ന്. എന്ന് വെച്ചാ ഇല്ലിക്കിലെ ചാർലിക്ക് മധുമന്ദിരത്തിലെ തേജേനെ ഇഷ്ടമാണ്. ഇല്ലിക്കിലോട്ട് കൊണ്ടുപോട്ടെ നിന്നെ എന്റെ പെണ്ണായിട്ട്. അല്ല, ഇപ്പൊ എന്താ പെട്ടെന്നിങ്ങനെ? ഇത് പെട്ടെന്നാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കൊച്ചുകുട്ടിയല്ലേ? നീ കൊച്ചുകുട്ടിയല്ല. അല്ല, നീ ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും തന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു കൊച്ചുകുട്ടിയാണെന്ന്. ദി തേജ പറഞ്ഞിട്ട് പോടി. അവള് പോയല്ലോ. ഇഷ്ടമായിരിക്കും അല്ലേ? അയ്യോ, ഇനി ആ പണ്ടത്തെ ഇഷ്ടമൊക്കെ പോയോ? എന്റെ കർത്താവേ, ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയല്ലോ. നമ്മുടെ തേജുമോളെ കാണാൻ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? 2 ദിവസത്തിനുള്ളിൽ അവർ വരുമെന്നാ സുധി പറഞ്ഞത്. ഇനി ആകെയുള്ള പ്രതീക്ഷ തേജൂല. നീയൊന്നും പറഞ്ഞില്ല. അത് പിന്നെ ബോബി ചേട്ടാ, ഇത് നടക്കില്ല. ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ റിവഞ്ച് എടുക്കുവാണെന്നോ വിചാരിക്കരുത്. ഉണ്ണിയേട്ടൻ്റെ ജീവിതവും നോക്കിപ്പോയി. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും അനുഭവിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാ. അവർക്കിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ അവരെ വേദനിപ്പിച്ച ആ പാവങ്ങളത് താങ്ങില്ല. ഇപ്പോഴാണോ നീ ഇതൊക്കെ ആലോചിക്കുന്നേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. തേജ, ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. അത് ശരിയാവില്ല. അച്ഛൻ ഓൾറെഡി എൻ്റെ കല്യാണം ഉറപ്പിച്ച മട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ അവരെന്നെ പെണ്ണ് കാണാൻ വരും. എന്നാ ശരി, ഞാനെന്നാ പോകുക. വിട്ടുകളയടാ. അല്ലേലും ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ. നമ്മളെ പുറകെ നടത്തിക്കും. ലാസ്റ്റ് വേറൊരുത്തിന് കഴുത്ത് നീട്ടി കൊടുക്കും. ഇതൊക്കെ കൊണ്ടാ ഞാൻ ഇപ്പോഴും സിംഗിളായി ഇരിക്കുന്നത്. അല്ല, നീ എന്നിലും മൂത്തതല്ലേ, നിനക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ? എടാ വിഷ്ണു, ഈ നോറി വിളിച്ചോണ്ട് പോ. ഒന്നാമത്തെ മനുഷ്യനോട് പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ്. നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്കിത് മുടക്കാം. തേജു വാ, അവര് വന്നു. ഇത് ചെക്കനെ ഇഷ്ടമായോ മോളെ? അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മുന്നിലേക്ക് എൻ്റെ വീട്ടുകാർ കൊണ്ടുതന്നത് ബോബി ചേട്ടനെ തന്നെ ആയിരുന്നു. ഞങ്ങൾ 2 വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിച്ചു. എന്താ അല്ലേ? നമ്മളൊന്ന് വിചാരിക്കും പിന്നെ നടക്കുന്നത് ദൈവത്തിൻ്റെ കളികളാണ്. ഇതാണ് എൻ്റെ കഥ. പക്ഷേ എൻ്റെ സംശയം അതല്ല. ബോബി ചേട്ടൻ്റെ വീട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അച്ഛൻ എങ്ങനെയായിരിക്കും ബോബി ചേട്ടൻ്റെ കാര്യത്തിൽ സമ്മതിച്ചത്? ബോബി ചേട്ടനോ? ഇച്ചായെന്ന് വിളിയടി. വിളിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ. ബോബി ചായ. എന്റെ കർത്താവേ, എന്നെ സുഖമാണെന്നറിയോ ഈ വിളി കേൾക്കാൻ. അതില്ലേ എൻ്റെ ഒരു സംശയം. എൻ്റെ അച്ഛൻ എങ്ങനാ നമ്മുടെ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? അങ്കിളെ, ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഞാൻ എൻ്റെ മോളെ തരില്ല. ഓഹോ, ഉറപ്പാണോ? ഉറപ്പ്. അതൊന്ന് കാണണമല്ലോ.
എന്റെ പൊന്നെങ്കളെ എന്നോട് ക്ഷമിക്കങ്ങളെ, മനുഷ്യനായ തെറ്റ് പറ്റില്ല അങ്കിളെ. ഞാനിപ്പോ പാവങ്ങളെ തല്ലിന് വഴക്കിനൊന്ന് പോവാറൂടെ ഇല്ല അങ്കിളെ. എന്റെ പൊന്നങ്ങളെ ഒന്ന് കെട്ടിച്ചതാ അങ്കിളെ. അയ്യോ ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്കിള് ചത്തുപോയ അവളെ ആരും നോക്കും? അയ്യോ ചിന്തിക്കാൻ കൂടെ വയ്യ. എന്തായാലും അങ്കിള് ഏതെങ്കിലും ഒരു ചെറ്റയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കും. ആ ചെറ്റ ഞാനായിക്കോളാം അങ്കിളെ. എന്തിനാ അങ്കിള് ഇങ്ങനെ നോക്കുന്നത്? അയ്യോ എനിക്ക് നാളാവുന്നു. അങ്കിള് സമ്മതിക്കാതെ ഞാൻ എഴുന്നേക്കൂല. അത് അത് ആവോ ഞാൻ കെട്ടിച്ചു തരുമോന്ന് ചോദിച്ചു, അങ്കിളൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളോ? ഹാ, നീ ഓരോ ചോദ്യം ഇങ്ങനെ ചോദിച്ച് സമയം കളയാതെ എന്റെ പെണ്ണെ ഇങ്ങടുത്ത് വാ. എന്താ നമ്മുടെ ഫസ്റ്റ് നേച്ചറല്ലേ? ചത്താല് ശരി, കരഞ്ഞ് കാല് പിടിച്ച് സമ്മതിപ്പിച്ച കാര്യം ഞാൻ പറയില്ല മോളെ. അല്ല, ഈ രാത്രി ഇതെങ്ങോട്ടാ? കുറച്ചു നേരം ഒന്ന് ക്ലബിൽ പോയിരുന്നിട്ട് വരാം. മമ്മിയോട് പറയല്ലേ? ഇല്ല, പോയിട്ട് വാ. നേരത്തെ വരണേ. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ട, നേരത്തെ കിടന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ അപ്പൊ തന്നെ എന്നെ വിളിക്കണം, കേട്ടല്ലോ? ആ, നീ ഇതെപ്പോ എത്തി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വിശ്വസിക്കരുതടാ, വിശ്വസിക്കരുത്. ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇവളുമാര് പലതും പറഞ്ഞ് നമ്മളെ കറക്കിയെടുക്കും. ലാസ്റ്റ് കെട്ടിക്കഴിഞ്ഞ ഇവളുമാർ താനി നിറം കാണിക്കാൻ തുടങ്ങും. ഓ, അവൻ തുടങ്ങി പിള്ളാരെ പഴപ്പിക്കാൻ. ഡാ മക്കളെ, ഈ പൊട്ടൻ പറയുന്നത് നിങ്ങൾ കേൾക്കല്ലേ? എടാ മക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. എന്റെ ഭാര്യയില്ലേ, അവളൊരു കള്ളിയാടാ. എടാ സച്ചു, നമ്മുടെ കല്യാണം ഇനി എപ്പോഴാ? ആ, ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ കല്യാണം നീ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് എന്നെയും നമ്മുടെ 3-4 പിള്ളാരെയൊക്കെ നോക്കാൻ പ്രാപ്തിയായി കഴിഞ്ഞ അപ്പൊ നമ്മുടെ കല്യാണം. എന്നാ ഞാൻ നല്ലോണം പഠിച്ച് ജോലി വാങ്ങിക്കും. എന്നിട്ട് നിന്നെ ഞാൻ നോക്കും. നീ ജോലിക്കൊന്നും പോവണ്ട. ഹോ, ഞാൻ എന്ത് ലക്കിയ. അല്ല, എന്നിട്ടിപ്പൊ എന്താ ഉണ്ടായ സച്ചു ചേട്ടാ? ചേച്ചിക്ക് നല്ല പഠിത്തമൊക്കെ ഇല്ലേ? ഉണ്ട്, പക്ഷെ അവൾ എന്താ കാണിച്ചെന്നറിയാവോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവൾ ആ ജോലി അങ്ങ് രാജിവെച്ചടാ. എന്നിട്ട് എന്നോട് പറയുക പോയി പണിക്ക് പോകാൻ. ഹോ, എന്ത് ക്രൂരതയല്ലേ അവൾ എന്നോട് കാണിച്ചത്. പാവം ഞാൻ. എടാ നാണമില്ലാത്തവനെ, നിനക്കിങ്ങനെ തന്നെ വേണം. ഈ നാറിയില്ലേ, പണ്ട് അവളെ കാണുമ്പോഴൊക്കെ വഴക്കായിരുന്നു. അയ്യോ, എന്തൊരഭിനയമായിരുന്നു രണ്ടും കൂടെ. ലാസ്റ്റ് രണ്ടിനെ കയ്യോടെ പൊക്കിയപ്പോ അല്ലേ അറിയുന്നത് സ്കൂള് തൊട്ട് തുടങ്ങിയ പ്രേമമാണ്. കൊള്ളൻ. നല്ല മഴയാണല്ലോ. നാളെയാണല്ലോ അവളെയും കൊണ്ട് ചെക്കപ്പിന് പോകേണ്ട ദിവസമോ. ഇപ്പൊ പോയി കിടന്നില്ലേ രാവിലെ എഴുന്നേക്കില്ല. ഈ മഴയൊന്ന് മാറിയായിരുന്നേല്. ബോബി, നീ ഹാപ്പി അല്ലേ? ആ ആടാ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മോഹിച്ച പെണ്ണിനെ തന്നെ ഞാൻ കിട്ടി. നല്ലൊരു ജോലിയുണ്ട്. ഇപ്പൊ പോരാത്തിന് ഞങ്ങളുടെ ജൂനിയർ ഓൺ ദ വേയാ. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിച്ചുള്ളൂ. ഇങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. എന്തായാലും കർത്താവിന് സ്തുതി. അയ്യോ അല്ല, ഓം നമോ സ്തുതി.